ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ കാറ്റത്ത് കിളിക്കൂടിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിധിയോട് സംസാരിക്കുകയാണ് ഇവിടെ സുഭാഷ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയല്ലേ ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്? അത് അന്ന് നിങ്ങൾ ഓടി വന്നു, എല്ലാവരോടും പറയുകയും ചെയ്തു. പക്ഷേ ഇപ്പം എല്ലാവർക്കും ഭയങ്കര ഡൗട്ടാണ്, നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചുവല്ലേ എന്ന്. അപ്പം എല്ലാവരെയും ബോധിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഈ റിസപ്ഷൻ ഞങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് കുട്ടി വരാതെ എങ്ങനെയാണ് റിസപ്ഷൻ നടത്തുന്നത്? അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്, നിങ്ങളുടെ ജീവിതം നന്നായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി തന്നെയാണ് ഇത് നടത്താനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നൊക്കെ നിധിയെ പറഞ്ഞ് ബോധിപ്പിക്കുകയാണ് സുഭാഷ് അവിടെ ചെയ്യുന്നത്. പക്ഷേ അതിനിടയ്ക്ക് നമ്മുടെ നിധി പറയുകയാണ്, ഏട്ടാ എനിക്കങ്ങനെ വിളിക്കാവോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയല്ലേ വിളിക്കേണ്ടത്, അതിനെന്തിനാ ഇത്ര ചോദിക്കുന്നത്? നിനക്ക് ഏട്ടാന്ന് മോളെ, നിനക്ക് ഏട്ടാന്ന് ധൈര്യമായിട്ട് വിളിക്കാം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നിധി പറയാ, അതെ ഞാൻ ഉള്ള സത്യം തുറന്ന് പറയാം. എനിക്ക് വീട്ടിലൊരു കല്യാണം ആലോചിച്ചായിരുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ സുധീഷാണെങ്കിൽ ആകെ ഞെട്ടിവരച്ചൊരു അവസ്ഥ നിൽക്കുകയാണ്. ദൈവമേ, നിധി എല്ലാം കൂടി ഇപ്പം സത്യങ്ങൾ തുറന്ന് പറയോ എന്ന് പേടിച്ച് വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ്. എന്താണ് ആ സത്യം എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എനിക്ക് വീട്ടിലൊരു കല്യാണം ആലോചിച്ചായിരുന്നല്ലോ, അത് സുധീഷ് ഞങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, അതെ ആ കല്യാണം മോൾക്ക് ഇഷ്ടമല്ല എന്നും പറഞ്ഞല്ലേ, അതുകൊണ്ടല്ലേ നിങ്ങൾ രണ്ടുപേരും ഓടിപ്പോകുന്നത്? അങ്ങനെയല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഞാനിവിടെ വിട്ട് എൻ്റെ വീട്ടിലേക്ക് ഓടിപ്പോയില്ലേ, എൻ്റെ അച്ഛന് സുഖമില്ലാത്തത് കൊണ്ട് മാത്രമല്ല ഞാൻ ഓടിപ്പോയത്. പിന്നെ എന്തുകൊണ്ട് മാത്രമാണ് അത് പിന്നെ ഞാനും സുധീഷും കല്യാണം കഴിച്ചിട്ടില്ല ഏട്ടാ എന്നിങ്ങനെ പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുഭാഷ് ആകെ വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ്. എന്താ മോൾ എന്തൊക്കെയാ പറയുന്നത്? അതെ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് ചെന്നു, നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ അതൊന്നും വിശ്വസിക്കാനായിട്ട് തയ്യാറായില്ല. എൻ്റെ അച്ഛനെ ഒരു നോക്ക് കാണണമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ എൻ്റെ ഏട്ടൻ എന്നെ കാണാൻ പോലും സമ്മതിച്ചില്ല. സുധീഷിനെ ചേട്ടൻ എത്രമാത്രം സ്നേഹിക്കുന്നത്. പക്ഷേ എൻ്റെ ഏട്ടൻ എന്നെ കൊന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ മനസ്സിൽ ഞാൻ മരിച്ചു കഴിഞ്ഞു ഏട്ടാ എന്നൊക്കെ ഇങ്ങനെ പറയാം. അന്ന് എനിക്കിഷ്ടമില്ലാത്തൊരു വിവാഹം നടത്താനായിട്ട് അവർ ശ്രമിച്ചു. പക്ഷേ ഞാൻ അവരോട് പല പ്രാവശ്യം പറഞ്ഞു നോക്കി എനിക്ക് ഈ കല്യാണത്തോട് ഇഷ്ടമല്ല എന്ന്. പക്ഷെ അവരൊന്നും കേൾക്കാനായിട്ട് തയ്യാറായില്ല. എൻ്റെ മനസ്സ് അവർ മനസ്സിലാക്കിയില്ല. അങ്ങനെ ഞാൻ സുധീഷിൻ്റെ സഹായം തേടുകയായിരുന്നു, എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന്. സുധീഷ് എന്നോട് പറയുകയും ചെയ്തു ഞാൻ രക്ഷപ്പെടുത്താമെന്നൊക്കെ. മോളെ, അത് പിന്നെ അന്ന് ആ ചെറുക്കനെ തട്ടിക്കൊണ്ടു വന്നത് അതൊക്കെ എനിക്കറിയാം. അതൊക്കെ ഞാനും കൂടി ചേർന്നിട്ടാ സുധീഷ് ചെയ്തത്. പക്ഷേ സുധീഷും ഞാനും കൂടി അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്തു. ആ ഇടക്കാണ് എല്ലാവരും കൂടി ഞങ്ങളുടെ വണ്ടി തടയുകയും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അങ്ങനെ സ്റ്റേഷനിലേക്ക് ഞങ്ങൾ ഓടി ചെല്ലുകയും അവിടെ അടിപിടി ബഹളമൊക്കെ ഉണ്ടാകുകയും അങ്ങനെ എൻ്റെ ചേട്ടന്മാരെ എൻ്റെ അച്ഛനെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് അവിടെ അങ്ങനെ ഒരു കല്യാണം നടന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവിടെ വെച്ച് ഞങ്ങൾ അച്ഛനെ കാണിക്കാൻ വേണ്ടി തന്നെയാണ് ആ കല്യാണം കഴിച്ചത്. പിന്നീട് ഞാൻ അച്ഛനെ വീണ്ടും സ്റ്റേഷനിൽ നിന്ന് വെളി വന്നു. ആ സമയത്താണ് അറിഞ്ഞത് ഞങ്ങളുടെ കല്യാണം യഥാർത്ഥത്തിൽ കഴിഞ്ഞുവെന്ന്. നിങ്ങളുടെ കല്യാണം രജിസ്റ്റർ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് പോലീസുകാർ ഞങ്ങളെ വിളിച്ചത്. നിയമപരമായിട്ട് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞുവെന്ന്. പക്ഷേ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചേട്ടാ ഞാൻ ഒരുപാട് തകർന്നു പോയി എന്നൊക്കെ ഇങ്ങനെ പറയാം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ സുഭാഷിനൊട്ട് വിശ്വസിക്കാനായിട്ട് പറ്റില്ല. ഇപ്പോൾ പറയുന്നത് സത്യം തന്നെയാണോ എന്നൊക്കെ ചോദിക്കണം. അതെ, ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ്. പക്ഷേ ആരെയും ചതിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടല്ല. എങ്ങനെയെങ്കിലും സുധീഷിൻ്റെ ഒപ്പം ഇറങ്ങിപ്പോയതിന് ശേഷം ഏതെങ്കിലും ഹോസ്റ്റലിൽ താമസിച്ച് അവിടെ ജോലി കണ്ടെത്തി എങ്ങനെയെങ്കിലും അച്ഛൻ്റെ മനസ്സ് മാറ്റിയെടുക്കണമെന്ന് മാത്രമേ എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഏതെങ്കിലും ഒരു ഹോസ്റ്റലിൽ തന്നെ ആക്കാൻ പറഞ്ഞതാ സുധീഷിനോട്. പക്ഷേ സുധീഷ് അപ്പോൾ പറഞ്ഞത് നമ്മുടെ വീട്ടിലേക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ടാണ് എന്നോട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. പക്ഷേ ഇവിടെ വന്നും സത്യങ്ങളൊക്കെ പറയണമെന്ന് വിചാരിച്ചതാ. പക്ഷേ എന്തോ സാഹചര്യത്തിൽ സത്യങ്ങളൊന്നും പറയാൻ പറ്റിയില്ല ഏട്ടാ, എന്നോട് ക്ഷമിക്കണം ഏട്ടാ എന്നും പറഞ്ഞുകൊണ്ട് നിധിയാണെങ്കിൽ കൈയും കൂപ്പി പിടിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ സുഭാഷിന് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ. സുധീഷാണെങ്കിൽ ഏട്ടൻ്റെ മുന്നിൽ നാണം കെട്ട് പോയല്ലോ എന്നൊക്കെ ആലോചിച്ച് തലയും കുനിച്ചിരുന്ന് ഇങ്ങനെ കരയാണ്. അപ്പോൾ എന്നോട് ക്ഷമിക്കണേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് കൈ കൂപ്പി പിടിച്ച് കഴിഞ്ഞപ്പോഴേക്കും വേണ്ട മോളൊരു തെറ്റും ചെയ്തില്ലല്ലോ. പക്ഷേ സുധീഷ് എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിക്കുകയാണ്. ഏട്ടാ എന്നോട് ക്ഷമിക്കണം ഏട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ഏട്ടനെ കെട്ടിപ്പിടിച്ചിന് കരയണം. അയ്യോ, സുധീഷ് ഒരു തെറ്റും ചെയ്തിട്ടില്ല, എല്ലാം എനിക്ക് വേണ്ടി മാത്രമാണ് സുധീഷ് ചെയ്തത് ഏട്ടാ. ഞാൻ ഈ കാര്യം നേരത്തെ തുറന്ന് പറയണമായിരുന്നു ഏട്ടാ, പക്ഷേ പറയാൻ പറ്റിയില്ല ഏട്ടാ. വേണ്ടടാ, ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എല്ലാം നമ്മുടെ കുടുംബത്തിൻ്റെ വിധി. അല്ലാതെ എന്തു പറയാം? മോൾക്കൊരു കാര്യം അറിയോ? ഈ കുടുംബത്തിന് ഒരു ശാപമുണ്ട്, പെണ്ണുങ്ങൾ വാഴില്ല എന്ന് പറഞ്ഞ ശാപം. അത്
നാട്ടുകാർ തന്നെ പറഞ്ഞുണ്ടാക്കിയതാ. ഞങ്ങളുടെ കുഞ്ഞിലെ ഞങ്ങളുടെ അമ്മ മരിച്ചു പോയതാ. പിന്നീട് അച്ഛൻ വേറൊരു വിവാഹം കഴിച്ചു. ആ അമ്മയും ദേ ഞങ്ങൾ ഇട്ടിട്ട് പോയി. അപ്പം തുടങ്ങിയ പേരാണ് ഈ കുടുംബത്തില് പെണ്ണുങ്ങൾ വാഴില്ല, ശാപം കിട്ട കുടുംബമാണെന്ന്. ഇപ്പതേ മൂന്നാമതും മോളും കൂടി ഇറങ്ങി പോകാൻ പോകുന്നു. നാളെ മോളിവിടെ നിന്ന് ഇറങ്ങിപ്പോകുമല്ലോ. അപ്പം നാട്ടുകാർക്ക് പറഞ്ഞു ചിരിക്കാനൊരു വഴിയായി. അത്രേ മാത്രമേ ഉള്ളൂ. ഈ കുടുംബത്തിന് അതൊരു ശാപമായി തീർന്നിരിക്കുകയാണ് മോളെ. ഞങ്ങൾ അതൊക്കെ സഹിച്ചോളാം. അയ്യോ ചേട്ടാ, അതൊന്നും വിചാരിച്ചിട്ടില്ല. ചേട്ടനോട് ക്ഷമിക്കണം. അയ്യോ മോളെ ഞാൻ കുറ്റപ്പെടുത്തിയതല്ല, ഈ കുടുംബത്തിന്റെ അവസ്ഥ പറഞ്ഞതാ. സുധീഷിനായിട്ട് മോളി കുടുംബത്തിലേക്ക് കയറി വന്നില്ലേ, ആ സമയത്ത് ഭയങ്കര സന്തോഷമായിരുന്നു. ദേ എല്ലാവരും പറഞ്ഞതുപോലെ ഈ കുടുംബത്തിനൊരു ശാപമില്ല. എൻ്റെ അനിയൻ എന്നെ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നല്ലോ എന്ന് എന്നെക്കാലം കൂടുതൽ സന്തോഷിച്ചതേ ദേ എൻ്റെ അനിയന്മാരാ. അവർക്ക് വളരെയേറെ സന്തോഷമായി. അവർക്കൊരു ഏട്ടത്തിയമ്മയെ കിട്ടിയല്ലോ, ഈ കുടുംബത്തിലേക്ക് ഒരു പെണ്ണ് വന്നല്ലോ എന്നൊക്കെ ആലോചിച്ച് അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ ഇപ്പം എല്ലാം അതൊക്കെ വെറുതെ ആയി പോയില്ലേ മോളെ. മോളെ ഞാൻ കുറ്റപ്പെടുത്തിയതൊന്നുമല്ല, പക്ഷേ മനസ്സിൽ ആ സങ്കടങ്ങൾ പറഞ്ഞുള്ളു. ഇപ്പം ഈ റിസപ്ഷനൊക്കെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഇവരെന്തിനാണെന്നറിയാവോ? ഈ റിസപ്ഷൻ കൂടാൻ വേണ്ടിയല്ല വന്നിരിക്കുന്നത്. ഈ കുടുംബത്തിലൊരു പ്രശ്നം വന്നു കാണണം, അതിനി എന്താണെന്നറിയാൻ വേണ്ടിയാ ഭൂരിഭാഗം ആൾക്കാർ ദേ ഈ റിസപ്ഷൻ കൂടാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഇന്നത്തോടെ അതും നടക്കും. മോള് യഥാർത്ഥത്തിൽ ഇവിടെ മരുമകളായിട്ട് വന്നതല്ല എന്നറിഞ്ഞു കഴിയുമ്പോഴേക്കും എല്ലാം തകിടം മറിയും. അന്ന് നിങ്ങൾ രണ്ടുപേരും കൂടി കയറി വന്നപ്പോൾ ഇവിടെ ഭയങ്കര പടക്കം പൊട്ടിച്ച് ആഘോഷിക്കായിരുന്നില്ലേ, അതിനേക്കാളും ഗംഭീരമായിട്ടായിരിക്കും ഇതൊക്കെ വെറും കള്ളത്തരമാണെന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും എല്ലാവരും കൂടി ആഘോഷിക്കാനായിട്ട് പോകുന്നത്. ഇതും എല്ലാം കാണുക തന്നെ ചെയ്യണം, അത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സുധീഷാണെങ്കിൽ, സുഭാഷ് ഏട്ടാ എന്നോട് ക്ഷമിക്കണം സുഭാഷ് ഏട്ടാ, ഇതെല്ലാത്തിനും കാരണം ഞാൻ തന്നെയാണ്. ഏട്ടനോട് ഈ സത്യങ്ങൾ മുഴുവനും ഞാൻ തുറന്നു പറഞ്ഞാൽ മതിയായിരുന്നു. എന്നോട് ക്ഷമിക്കണം ഏട്ടാ, ഞാൻ കാരണമല്ല ഇതെല്ലാം സംഭവിച്ചത്. ഇല്ലടാ, ഇനി നീ ക്ഷമ ചോദിച്ചിട്ട് എന്താ കാര്യം? നമ്മൾ എപ്പോഴും നാണം കിടന്നവരുതല്ലേ, എപ്പോഴും നമ്മളെ ആൾക്കാർ കളിയാക്കുക തന്നെ ചെയ്യും. ഇതൊരു പുത്തരിയൊന്നല്ലല്ലോ, ഇത് ആദ്യ സംഭവമൊന്നല്ലല്ലോ. ഇതങ്ങനെ നടന്നു പോകൂടാ. ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല. അപ്പോൾ നിധിക്കാണെങ്കിൽ ആകെ സങ്കടവും വരികയാണ്. ഏട്ടാ ഇനി എന്താ ചെയ്യേണ്ടത് ഏട്ടാ? അവിടെ പോയി പറയണം ഈ ഒരു റിസപ്ഷൻ നടക്കില്ല, ഇതൊക്കെ വെറുതെ ആയിരുന്നു, നിങ്ങൾ മടങ്ങിപ്പോയിക്കോളാൻ പറയണം. അപ്പോഴേക്കും സുധീഷ്, അയ്യോ ഏട്ടാ അതെങ്ങനെയേട്ടാ പറയുന്നത്? പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നമാവില്ലേ, നാണം കെട്ടു പോവില്ലേ? നാണം കെടും, അതിനുവേണ്ടിയാണല്ലോ എല്ലാവരും കാത്തിരിക്കുന്നത്. പിന്നെ സത്യമല്ലാതെ ആവില്ലല്ലോ. ആ കുട്ടി സത്യങ്ങളെല്ലാം പറഞ്ഞില്ലേ, ഇപ്പം എന്താ ചെയ്യേണ്ടത്? ഏതായാലും നീ വാ, പറയേണ്ടവരോടൊക്കെ മുഖത്ത് നോക്കി തന്നെ പറയണം എന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് നേരെ അങ്ങോട്ട് പോവാണ്. അപ്പോൾ സുഭാഷും സുധീഷും കൂടി നിധിയൊന്ന് നോക്കി നിധിക്കാണെങ്കിൽ അത് സങ്കടം വന്നിട്ട് അവിടെ ഇരുന്ന് പൊട്ടിക്കരയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥയാണ്. ഈ സമയം തന്നെ റിസപ്ഷൻ ഏരിയയിൽ ഭയങ്കര പാട്ടൊക്കെ വെച്ചിരിക്കുകയാണ്. ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും സുധീഷിൻ്റെ അച്ഛനാണെങ്കിലും അലക്കി അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് പ്രശംസിക്കുക. അങ്ങനെ അവർ ഇരുന്ന് സ്മോളൊക്കെ അടിക്കാൻ വേണ്ടി ഇങ്ങനെ മേശപ്പുറത്ത് കുപ്പിയും ഗ്ലാസ്സൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുക. ആ സമയത്ത് ഹെടാ നമുക്കിനി അടി തുടങ്ങിയാലോ, ഏതായാലും എൻ്റെ വീട്ടിലൊരു കല്യാണം നടന്ന റിസപ്ഷൻ നടക്കാനായിട്ട് പോവല്ലേ. അല്ല അപ്പോൾ കൂടിയിരുന്ന ആൾക്കാർ മുഴുവൻ ഇങ്ങനെ പറയണം, അല്ല എന്ത് കുറേ നേരമല്ലേ ഇവർ നമ്മളെ പാട്ടും കേൾപ്പിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നു, എന്താ പെണ്ണും ചെറുക്കനും കൂടി ഇറങ്ങി വരാത്തത്? എന്തൊക്കെയാണെന്ന് ആർക്കറിയാം. ഇവർ പല കളികളും കളിക്കുന്നുണ്ടാവും. അങ്ങനെ ഇവരെ ആങ്ങളമാരും ഇങ്ങനെ സംസാരിക്കണം. അതെ, ഇവരൊക്കെ ഉഡായിപ്പിൻ്റെ ഉസ്താദുകളല്ലേ, എന്തെങ്കിലുമൊക്കെ തരികിട ഒപ്പിക്കാൻ വേണ്ടിയായിരിക്കും ഇങ്ങനെയൊക്കെ കിടന്ന് കാണിച്ചു കൂട്ടുന്നത് എന്നൊക്കെ അവരമ്മാവരെയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ സുധീഷും അതുപോലെ തന്നെ സുഭാഷും കൂടി വരിക. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സുധീഷിനാണെങ്കിൽ പേടി തോന്നുകയാണ്. ഏട്ടാ എന്തായിട്ട് ഇനി പറയാൻ പോകുന്നത് എല്ലാവരും ബിരിയാണി കഴിച്ച് പിരിയണം എന്നും പറഞ്ഞുകൊണ്ട് അതാണ് പറയാൻ പോകുന്നത്. ഏട്ടാ അതൊക്കെ വല്ലാത്തൊരു ഇതായി പോലെ. പിന്നെ എന്ത് ചെയ്യാനാ, ഏതായാലും നിൻ്റെ ഒപ്പം നിൽക്കാനായിട്ട് നിധി വരില്ലല്ലോ, ആ കുട്ടി വരില്ലെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കിത് പറഞ്ഞേ മതിയാവുള്ളൂ, നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് സുധീഷിനെയും വിളിച്ചുകൊണ്ട് നേരെ ആ സ്റ്റേജിലേക്ക് കയറി ചെല്ലാൻ പോവാണ്. അപ്പോഴേക്കും സുധീഷിനെ മാത്രം കഴിഞ്ഞപ്പോഴേക്കും, അതെ ഇതെന്താണ് സുധീഷ് മാത്രം? സുധീഷിനെയൊക്കെ ഞങ്ങൾ നേരത്തെ കണ്ടതാ, ദേ പെണ്ണിനെ കൊണ്ടുവാ, പെണ്ണെവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതെ നിങ്ങളൊക്കെ റിസപ്ഷന് വന്നാണല്ലോ, അപ്പോൾ നിങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ച് തുടങ്ങിക്കോ. അയ്യടാ ബിരിയാണിയൊക്കെ ഞങ്ങൾ കഴിച്ചു തുടങ്ങിക്കോളാം. ബിരിയാണി കഴിക്കാനാണെങ്കിലേ ഞങ്ങൾക്ക് ഏതെങ്കിലും ഹോട്ടലിൽ പോയാൽ മതി, നല്ല അടിപൊളി ബിരിയാണിയൊക്കെ കിട്ടും. പക്ഷെ ഞങ്ങൾ ഇവിടെ വന്നത് റിസപ്ഷൻ കൂടാൻ വേണ്ടിയാ. എവിടെ സുധീഷ് കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ്? ആ പെണ്ണിനെ ഇങ്ങോട്ട് വിളിക്കേ.
അത് പിന്നെ ഞാനേ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. എന്ത് കാര്യങ്ങൾ? എന്താ റിസപ്ഷൻ ഇവിടെ നടക്കില്ലേ എന്നും പറഞ്ഞുകൊണ്ട് കൂട്ടത്തിൽ അങ്ങോട്ട് ചിരിക്കാനൊക്കെ തുടങ്ങി. അപ്പോഴേക്കും സുഭാഷ് പറയാ, അത് പിന്നെ റിസപ്ഷൻ ഇവിടെ എന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ നിധി അവിടെ നിന്ന് വിളിച്ചു, ഏട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ഒച്ചത്തിൽ വിളിക്കുകയാണ്. ഇവർ രണ്ടുപേരും കൂടി ഞെട്ടി തിരിഞ്ഞ് നോക്കിയാണ്. ഇനി നാളെ സംഭവിക്കാനായിട്ട് പോകുന്നത് കിടിലൻ ട്വിസ്റ്റ് തന്നെയാണ്. അപ്പം നാളത്തെ എപ്പിസോഡും എല്ലാവരും തീർച്ചയായിട്ടും കാണുമെന്ന് പറയാം. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.